ഭരണഘടന സംബന്ധിച്ചുള്ള ചർച്ച ലോക്സഭയിൽ ഇന്നും തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ചകൾക്ക് മറുപടി പറയും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരും ഇന്ന് സംസാരിച്ചേക്കും. അടിയന്തരാവസ്ഥ ആയുധമാക്കി കോൺഗ്രസിനെ ആക്രമിക്കാനാണ് ഇന്നലെ നടന്ന ചർച്ചയിൽ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ BJP അംഗങ്ങൾ ശ്രമിച്ചത്. അതേസമയം BJPയുടെ വർഗീയ നിലപാടും മണിപ്പൂർ, സംഭൽ, അദാനി വിഷയങ്ങളും പ്രതിപക്ഷ അംഗങ്ങൾ ഭരണഘടനാ ചർച്ചയിൽ ആയുധമാക്കി. ഇന്നും സമാനമായ വിഷയങ്ങൾ തന്നെയാകും പ്രതിപക്ഷ അംഗങ്ങൾ ഭരണഘടനാ ചർച്ചയിൽ ഉന്നയിക്കുക. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ രാജ്യസഭയിലും ഭരണഘടനാ ചർച്ചകൾ നടക്കും. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സ്വാതിയാണ് ചേരുന്നത്. സ്വാതി, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് തണുപ്പൊക്കെ? ഗുഡ് മോർണിംഗ് പ്രിയ. ഗംഭീര തണുപ്പാണ്, നിൽക്കാൻ പറ്റാത്ത തണുപ്പാണ്. അത് കാണാനും കഴിയുന്നുണ്ട്. എന്തായാലും എന്താണ് ഇപ്പോൾ പാർലമെന്റ് സംബന്ധിച്ച് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഇന്ന് രാജ്യസഭയില ലോക്സഭയാണ് ഉള്ളത്. അവിടെ പ്രതിപക്ഷ ഭരണപക്ഷ തർക്കവും വാഗ്വാദങ്ങളും ഒക്കെ ഇന്നും തുടരും എന്ന് തന്നെയാണ് കരുതേണ്ടതല്ലേ? തീർച്ചയായും പ്രിയ, സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ ലോക്സഭയിലെ ഭരണഘടനാ ചർച്ച ആരംഭിച്ചത്. ആ ചർച്ചയിൽ ഇന്നലെ തന്നെയും രാജ്നാഥ് സിംഗ് അടക്കം സംസാരിച്ചപ്പോൾ കോൺഗ്രസിനെ ആക്രമിക്കുന്ന രീതിയിൽ വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങൾ പ്രതിപക്ഷ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, ഇന്നലെ ലോക്സഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തന്നെയായിരുന്നു ഭരണഘടനയിന്മേലുള്ള ചർച്ച. അതിന്നും തുടരുമെന്നുള്ളതാണ് ഇന്നും ഉറ്റുനോക്കേണ്ടത്. ഇന്ന് ഇത് സംബന്ധിച്ച് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ സംസാരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ചർച്ചകൾക്ക് നരേന്ദ്രമോദി മറുപടി പറയും. അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാഹുൽ ഗാന്ധിയും ഇന്ന് ചർച്ചയുടെ ഭാഗമാകും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നലെ പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ സംസാരിച്ചിരുന്നു. ആദ്യ കന്യപ്രസംഗത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള പ്രസംഗം തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി നടത്തിയത്. ഭരണകക്ഷികൾ ഭരണഘടനയെ ആക്രമിക്കുകയാണ്, ഭരണഘടനയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. ഇന്ന് രാഹുൽ ഗാന്ധി എന്തായാലും ഈ ചർച്ചയുടെ ഭാഗമായി സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ലോക്സഭയും രാജ്യസഭയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വലിയ തരത്തിലുള്ള നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. വിവിധ വിഷയങ്ങൾ ഇരു സഭകളിലും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു കാര്യങ്ങളിലും ചർച്ച നടത്താൻ ഭരണപക്ഷം തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ലോക്സഭയും രാജ്യസഭയും ഉച്ചയോടുകൂടി പിരിയുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായത്. എന്നാൽ ഇന്ന് ഭരണഘടനാ ചർച്ചയിന്മേൽ ഏതു തരത്തിലുള്ള വാഗ്വാദങ്ങളായിരിക്കും പരസ്പരം ഉണ്ടാവുക എന്നുള്ളത് തന്നെ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഈ കോൺഗ്രസിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് അടിയന്തരാവസ്ഥ അടക്കമുള്ള വിഷയങ്ങൾ ഭരണപക്ഷം BJP ഉയർത്തുന്ന സാഹചര്യമുണ്ട്. രാജ്നാഥ് സിംഗ് ഇന്നലെ അത്തരത്തിലൊരു ചർച്ചയുടെ ഭാഗമായി തന്നെയാണ് ലോക്സഭയിൽ സംസാരിച്ചത്. അതോടൊപ്പം നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. വർഗീയ കലാപങ്ങൾ, മണിപ്പൂർ അടക്കമുള്ള വംശീയ കലാപം, അതോടൊപ്പം സംഭൽ വിഷയം, ഈ ആരാധനാലയങ്ങളുമായി സംബന്ധിച്ച നിരവധി വിഷയങ്ങൾ, വയനാട് വിഷയം അടക്കം ലോക്സഭയിൽ ഇപ്പോൾ ചർച്ചയായി വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ തന്നെയും ഇനിയും പ്രതിപക്ഷം ഉന്നയിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ തിങ്കളും ചൊവ്വയും രാജ്യസഭയിലും ഭരണഘടനയിൽ മേലുള്ള ചർച്ച നടക്കും. ഭരണഘടനയെ സർക്കാർ മാനിക്കുന്നില്ല എന്നതടക്കമുള്ള വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രതിപക്ഷവും ഉന്നയിക്കുന്നത്. പ്രിയ, ശരി സ്വാതി, അധിക നേരം ആ തണുപ്പത്ത് നിൽക്കേണ്ട. എന്തായാലും പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് ഈ പാർലമെന്റ് സംബന്ധിച്ച്, അവിടുത്തെ കാര്യങ്ങൾ സംബന്ധിച്ച് സ്വാതി നൽകിയത്. ഭരണഘടനാ ചർച്ചയിൽ അത് സംബന്ധിച്ചുള്ള ചർച്ചയിൽ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം എടുക്കുന്നുണ്ട്. അതിൽ ഭരണപക്ഷം അവരുടെ നിലപാടുകളും അറിയിക്കുന്നുണ്ട്. ഇന്നും അതിന്മേൽ ചർച്ച തുടരും. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയും എന്നും കരുതുകയാണ്. രാജ്യസഭയിൽ നിന്നില്ല, തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ രാജ്യസഭയിലും ഭരണഘടന സംബന്ധിച്ചുള്ള ചർച്ച നടക്കും എന്നാണ് വ്യക്തമാകുന്നത്. വിശദാംശങ്ങളാണ് സ്വാതി ദില്ലിയിൽ നിന്നും നൽകിയത്.